2026 തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ പിടിക്കുക എന്നുള്ള ലീഗിൻ്റെ തന്ത്രങ്ങൾ വലിയ തോതിലാണ് ഫലം കണ്ടു തുടങ്ങുന്നത്. കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ അനൗപചാരികമായി ലീഗ് ആരംഭിച്ചു കഴിഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലുള്ള വളരെ പ്രമുഖരായ നേതാക്കൾ അണിയറയിൽ അതിൻ്റെ ചരടുകൾ വലിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സജീവമായ ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചകളിൽ ഇടിച്ചു നിൽക്കുന്ന ചില മണ്ഡലങ്ങളെന്ന് പറയുന്നത് ഒന്ന് തിരുവമ്പാടി മണ്ഡലം. അത് അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലം കൂടെയാണ്. പലപ്പോഴും തിരുവമ്പാടി വളരെ അവസാനമൊക്കെയാണ് ചർച്ച ചെയ്തിട്ട് തിരുവമ്പാടിയിൽ സ്ഥാനാർത്ഥിയൊക്കെ ആവുന്നത്. അതുകൊണ്ട് തിരുവമ്പാടി ഇപ്രാവശ്യം നമുക്ക് ലീഗ് വിട്ടുകൊടുത്തതിന് ശേഷം അവിടെ കോൺഗ്രസിന് എടുത്താൽ എന്തെന്നൊരു ചിന്ത കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് VS ജോയിക്ക്, കാരണം VS ജോയി ഇപ്പോൾ രക്തസാക്ഷിയായിട്ട് നിൽക്കുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ VS ജോയിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം അവിടുത്തെ DCCയുടെ പ്രധാന ഭാരവാഹിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. മാത്രമല്ല ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള തിരുവമ്പാടിയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് നിർണായക സ്വാധീനമുള്ള തിരുവമ്പാടിയിൽ തീർച്ചയായിട്ടും VS ജോയിയെ കൊണ്ട് നിർത്തിയാൽ അത് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം, ഒരു കഴിയുമെന്നുള്ളൊരു ധാരണ കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നിലവിൽ മലപ്പുറം ജില്ലയിൽ 12 സീറ്റാണ് ലീഗ് ഉള്ളത്. 4 സീറ്റ്, ആ 16 സീറ്റിൽ 4 സീറ്റ് കോൺഗ്രസ്. ഈ സമവാക്യം ചിലപ്പോൾ മാറിക്കളയും. ആ കാര്യം തിരുവമ്പാടി കൊടുക്കുമ്പോൾ പകരം ഒരെണ്ണം വേണമല്ലോ. തവന്നൂരിൽ KT ജലീൽ ഇനി മത്സരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു KT ജലീൽ ഒരു ലീഗിലേക്ക് പോയാലും അത്ഭുതമില്ല എന്നുള്ള നിലയിൽ ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ പോയില്ലെങ്കിൽ അദ്ദേഹം എന്തായാലും മത്സരിക്കാനില്ല എന്നുള്ള, കാരണം അദ്ദേഹത്തിന് ഈ ഒരു രാഷ്ട്രീയം മതിയായി എന്നുള്ള, അദ്ദേഹം അക്കാഡമിക് കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലേക്ക് KT ജലീൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തവന്നൂർ സീറ്റിൽ പിന്നെ ജലീലാണ് ജയിച്ചത്. ജലീലിന് പകരമായി ലീഗിന് പിടിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ പട്ടാമ്പിയിൽ കഴിഞ്ഞ പ്രാവശ്യം CPI ആണ് അവിടെ ജയിച്ചിട്ടുള്ളത്. പട്ടാമ്പി സീറ്റും കിട്ടിയാൽ കൊള്ളാമെന്ന് ലീഗിനൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാദാപുരവും കൊയിലാണ്ടി, അതൊക്കെ CPMന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. പക്ഷേ അവിടെ ലീഗിനും വളരെ ശക്തമായ വേരോട്ടമുള്ള സ്ഥലങ്ങളാണ്. കോൺഗ്രസിനും ശക്തമായ കൊയിലാണ്ടിയും നാദാപുരവും കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലെ വടക്കൻ പ്രദേശങ്ങളായിട്ട് വരുന്നതാണ് നാദാപുരം. പിന്നെ അതേസമയം നമ്മൾ നേരെ പോകുമ്പോൾ വടകരയ്ക്ക് പോകുന്ന റൂട്ടിലുള്ളതാണ് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയൊക്കെ. കൊയിലാണ്ടിയിൽ പലപ്പോഴും കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് LDF ആണ്. നിരവധി തവണ M ദാസനും ഒക്കെ അവിടെ ചെയർമാനായിട്ടുണ്ടായിരുന്നു. CPMന്റെ വളരെ വലിയ തോതിൽ CPMനും ഗ്രാസ് റൂട്ട് ലെവലിൽ സ്വാധീനമുള്ള പാർട്ടി കേഡർമാരൊക്കെ ഉള്ളൊരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. ഒരു മോശമല്ലാത്ത ജില്ലയാണ്. പക്ഷെ നാദാപുരത്തും എന്നും കലാപവും CPMും ലീഗുമായിട്ടൊക്കെ എന്നും തർക്കം നടക്കുന്ന, RSS ലീഗ്, മുസ്ലിം ലീഗ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ SDPI ഒക്കെ വളരെ വലിയ സംഘർഷമൊക്കെ നടക്കുന്ന പ്രദേശമാണ് ഈ നാദാപുരം. ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് അത് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. എല്ലാവരും ചർച്ചയൊക്കെ ചെയ്ത് ഒതുങ്ങിയിട്ടുണ്ട്. എന്തായാലും ആ മണ്ഡലത്തിൻ്റെ കഥകളും കേൾക്കുന്നു. അപ്പോൾ തിരുവമ്പാടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ലീഗ് ഇപ്പോൾ വളരെ ഗൗരവമായ ചർച്ചകൾ നടത്തുന്നത്. എന്തായാലും വളരെ വലിയ തോതിൽ നിൽക്കുന്ന എല്ലാ സീറ്റുകളും ജയിക്കുന്ന സീറ്റുകൾ മാത്രം കോൺഗ്രസിൽ നിന്ന് വാങ്ങുക, പരമാവധി സീറ്റുണ്ടാക്കുക, അതിലൂടെ മറ്റ് ലക്ഷ്യമെല്ലാം ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. അത് നമുക്ക് കുറച്ച് തെരഞ്ഞെടുപ്പ് ചിത്രമൊക്കെ കുറച്ചുകൂടെ വെളിച്ചത്തിൽ വരട്ടെ, അപ്പം നമുക്ക് ചർച്ച ചെയ്യാം. 5ാമത്തെ മന്ത്രിയാണോ, ഉപമുഖ്യമന്ത്രിയാണോ, എന്താണ് ലീഗിൻ്റെ മനസ്സിലിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയില്ല. അതുകൊണ്ട് അത് നമുക്ക് പിന്നെ ആലോചിക്കാം. 4 മന്ത്രിമാരാണ് സാധാരണ വരുന്നത്. പ്രത്യേകിച്ച് വ്യവസായം, വിദ്യാഭ്യാസം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വകുപ്പുകളൊക്കെയാണ് ഈ നമ്മുടെ ലീഗ് പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇനി പുതിയ വകുപ്പുകൾ ചോദിക്കുമോ, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുമോ? കാര്യം കുഞ്ഞാലിക്കുട്ടി വളരെ വലിയ നേതാവായി കഴിഞ്ഞു. വളരെ സീനിയർ നേതാവാണ് ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന. UDFലെ KM മാണി സാർ മരിച്ചു, ഉമ്മൻചാണ്ടി മരിച്ചു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ വളരെ സീനിയർ നേതാവാണ്. VD സതീശനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ, രമേശ് ചെന്നിത്തലയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി വളരെ സീനിയർ നേതാവാണ്. പിന്നെ ജോസഫ് സാറാണുള്ളത്, V ജോസഫ് സാർ, കേരള കോൺഗ്രസ്. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ സീനിയർ നേതാക്കളാണ്. അപ്പോൾ എന്താണ് അവർ ചോദിക്കുന്ന പദവികളെന്ന് നമുക്കറിയില്ല UDF വരുമ്പോൾ അല്ലെങ്കിൽ വന്നാൽ. അപ്പോൾ തീർച്ചയായിട്ടും തിരുവമ്പാടി സീറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു വിലപേശൽ നടക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് 2 അഭിപ്രായം ഉണ്ടെന്നും കേൾക്കുന്നു. ലീഗിനകത്ത് 2 അഭിപ്രായവും ഉണ്ട്. തിരുവമ്പാടി മണ്ഡലം എടുക്കണമെന്നും എടുക്കണ്ട എന്നും. അതുപോലെ തിരുവമ്പാടിയിലെ ചില കേസുകളെ സംബന്ധിച്ച് അവിടുത്തെ ലീഗിനകത്ത് ചില അച്ചടക്ക നടപടികളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, തിരുവമ്പാടി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലീഗ് ബന്ധത്തെ ഉലയ്ക്കുമോ, അതോ കോൺഗ്രസ് തിരുവമ്പാടി ലീഗിന് കൊടുക്കുമോ? അങ്ങനെ ലീഗിന് കൊടുക്കുമ്പോൾ പകരം ലീഗ് ഏതാണ് എടുക്കുന്നത്? ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ലീഗ് തിരുവമ്പാടി പരസ്പരം മാറുമ്പോൾ പകരം തവന്നൂർ കൊടുക്കുമോ, പട്ടാമ്പി കൊടുക്കുമോ, നാദാപുരത്തെ സ്ഥിതി എന്താ, കൊയിലാണ്ടിയിലെ സ്ഥിതി എന്താ? അങ്ങനെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ മൊത്തം സീറ്റുകളിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചുള്ള കൗതുകമാണ് ഇപ്പോൾ ലീഗ് അണികളുടെ ഇടയിലും മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ കോൺഗ്രസ് അണികളുടെ ഇടയിലുമുള്ള വർത്തമാനം.